അഭിനന്ദ് ഇപ്പോഴുള്ളത് ഭദ്ര ഹരിക്കൊപ്പമാണ്. ഭദ്രയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. അതുകൊണ്ട് തന്നെ അഭിമാന നിമിഷമാണ് ഭദ്രയ്ക്ക്. എന്താണ് ഭദ്രയ്ക്ക് ഇപ്പോൾ പറയാനുള്ളത്? തീർച്ചയായിട്ടും അനുജ, അപൂർവങ്ങളിലാണ് പ്രവേശനോത്സവ ഗാനം ഒരു കുട്ടി രചിക്കുന്നു, അത് തന്നെ അത് കമ്പോസ് ചെയ്ത് ഇപ്പോൾ അല്പസമയത്തിന് വേണ്ടി ദൃശ്യാവിഷ്കാരം നടക്കും. എന്തായാലും ഭദ്ര തന്നെ 24 ചേരുന്നു. ഭദ്ര, എന്തായാലും ഒരുപാട് സന്തോഷം, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരമാണ്. ഈ സമകാലിക വിഷയങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ്? കേരളത്തിന്റെ കാർഷിക സംസ്കാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും സയൻസിലും സോഷ്യലും ഭാഷയിലും ഒക്കെ ഉണ്ടായ പുരോഗതികൾ പറഞ്ഞിട്ടുണ്ട്. ലഹരി വിമുക്ത പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആ മഴമേഘങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. അപ്പോൾ രണ്ടുപേരും ഒന്ന് പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധി കാലമായി. കൊട്ടാരക്കര താമരക്കുടി സ്വദേശിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് കൊട്ടാരക്കാരാണ്. അപ്പം എങ്ങനെ? വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരു വേദി കിട്ടിയത് അത്രയേ. അല്പസമയത്തിന് തന്നെ ഇപ്പോൾ പ്രവേശനത്തിന് ദൃശ്യാവിഷ്കാരം ആരംഭിക്കും. ഇപ്പോൾ ഭദ്രയുടെ പേര് അവിടെ വിളിച്ചിട്ടുണ്ട്. ഭദ്ര പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ 24 ചേർന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലേക്ക് ഒരു സ്കൂൾ കുട്ടി രചിച്ച ഒരു ഗാനം പ്രവേശനോത്സവ ഗാനമായി ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. അത്തരത്തിലേക്ക് വലിയ സന്തോഷമെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. എന്തായാലും പ്രവേശനോത്സവം വർണ്ണാഭമായി തന്നെ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രി എത്തും. മന്ത്രി വി ശിവൻകുട്ടി 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയൊക്കെ പ്രവേശിപ്പിച്ച് എന്തായാലും ആ വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കലവൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.